ഒരുപാട് നാളത്തെ മാധുവിന്റെ ആഗ്രഹമായിരുന്നു ഒരു കിക്ക് സ്കൂട്ടർ വേണമെന്നുള്ളത്. ടി വിയിലും അല്ലാതെയും ഒക്കെ കാണുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോഴത്തെ സാഹചര്യത്തിൽ കയ്യിലുണ്ടായിരുന്ന വാൾക്കറിന്റെ വീലും പലകയും വെച്ച് ഞാൻ തന്നെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴും മാധു നല്ല സന്തോഷത്തിലായിരുന്നു. കുറച്ചുനാൾ ഉപയോഗിച്ചെങ്കിലും അതിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ഫ്ലിപ്കാർട്ടിൽ കയറി ഒരെണ്ണം ഓർഡർ ചെയ്തു. ഈ സമയമൊക്കെ നമ്മൾ പാലക്കാടായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിലെ അഡ്രസ്സിൽ ഒരു സാധനം പോലും എത്തുന്നില്ല. അത് വളരെ കഷ്ടമാണ്. ഇവിടെ ആയപ്പോൾ 2 ദിവസത്തിനുള്ളിൽ സാധനം കയ്യിൽ കിട്ടി. ഇപ്പോൾ അത് വാങ്ങാനുള്ള പുറപ്പാടിലാണ്. അറിയാലോ, എവിടെയെങ്കിലും പോകുന്നു എന്ന് അറിഞ്ഞാൽ മാധുവിന് വളരെ സന്തോഷമാണ്. അതിന്റെ ഒരുക്കമാണ് ദാ ഈ കാണുന്നത്. ഈ സമയമൊക്കെ മാധു ഒറ്റയ്ക്ക് ചെരുപ്പിടാൻ പഠിച്ചിരുന്നു. കുട്ടികളെ കൊണ്ട് പറ്റുന്നതും ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എവിടെ പോകുകയാണെങ്കിലും കയ്യിൽ ഒരു പാവ മാധുവിന് മസ്റ്റാണ്. അത് എപ്പോഴും കയ്യിലുണ്ടായിരിക്കും. ഇതാണ് മാധുവിന്റെ ബേബി. ബേബി ബേബി എന്നാണ് മാധു വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കഞ്ചിക്കോടുള്ള ഈ കാർഡിന്റെ ഓഫീസിലേക്കാണ്. അവിടെയാണ് നമ്മുടെ സ്കൂട്ടർ വന്നിരിക്കുന്നത്. സ്ഥലമൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഇവിടെ വരുമ്പോൾ ആകെയുള്ളൊരു ബുദ്ധിമുട്ട് ചൂട് തന്നെയാണ്. എങ്ങനെയും കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ വരുന്നത് ചൂട് സമയത്ത് തന്നെ. ഇപ്പോൾ 42 ഡിഗ്രി ആയിരുന്നു ചൂട്. സഹിക്കാൻ വയ്യ. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ മാധുവിന്റെ ലുക്കെല്ലാം മാറി. കണ്ണാടി വെച്ച് ആകെ സ്റ്റൈലിഷായി. വൈകാതെ തന്നെ നമ്മൾ ഈ കാർഡിന്റെ ഓഫീസിലെത്തി. അപ്പോഴേക്കും മാധു നല്ല ഉറക്കം. ഇപ്പോൾ എന്റെ ആഗ്രഹം ഒന്നു മാത്രമാണ്. എനിക്ക് കുട്ടിക്കാലത്ത് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം എന്റെ മകൾക്ക് കിട്ടുക എന്നതാണ്. അതിപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിലും കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളാണെങ്കിലും എല്ലാം ഞാൻ അവൾക്ക് വേണ്ടി കരുതും. അങ്ങനെ ഓഫീസിൽ നിന്നും സാധനങ്ങൾ കൈപ്പറ്റി OTP എല്ലാം പറഞ്ഞു കൊടുത്ത് മാധുവിനെ കാണിച്ചു. മാധുവിന് വളരെ സന്തോഷം. എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവൾ കാണിക്കുന്നുണ്ട് ആ ചവിട്ടുന്നതൊക്കെ. മറ്റൊരിടത്തും കറങ്ങാനോ അങ്ങനെയൊന്നും പോയില്ല. നേരെ വീട്ടിലേക്കാണ് പോയത്. അതൊന്ന് തുറന്നു നോക്കി മാധുവിനെ ഒന്ന് സർപ്രൈസ് കൊടുക്കണം, അത്ര തന്നെ. വീട്ടിലിരിക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിലേക്ക് വെറുതെ നോക്കുമ്പോൾ മാധുവിന് അത് വേണമെന്ന് വാശി പിടിച്ചിരുന്നു. പക്ഷെ അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഇപ്പോൾ അത് സാധിച്ചു. ഇനി ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അതൊന്ന് ഫിക്സ് ചെയ്യണം, അത്ര തന്നെ. എന്നിട്ട് നമുക്ക് മാധുവിന് കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് തുറക്കുമ്പോഴും മാധുവിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. എന്തായാലും കുട്ടികളുടെ സന്തോഷം അതാണ് നമുക്കും വലുത്. ഞാനത് റെഡിയാക്കുമ്പോഴും മാധുവിന് ഇരിക്കപ്പുറതിയില്ല. അതിൽ കയറി എങ്ങനെയെങ്കിലും ഒന്ന് കളിക്കണം. കണ്ടില്ലേ, ഇത് മാധുവിന് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങിയത് കൊടുത്തതും. ഇപ്പോൾ കുറച്ച് പാടാണ് ഒന്ന് ഓട്ടിക്കാൻ. പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ പറക്കും. നമുക്കത് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും സപ്പോർട്ട് ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്തുക. നമുക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.